കേരളത്തിന്റെ വ്യോമയാന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോ എയർ എന്ന പേരിൽ സഹകരണ മേഖലയിൽ ആരംഭിക്കാനിരിക്കുന്ന പുതിയ എയർലൈൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് കേരളം നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ആരംഭിച്ചത് തന്നെ ഒരു മലയാളിയാണ്, തഖിയുദ്ദീൻ അബ്ദുൽ വാഹിദ്. വർക്കലക്കാരനായ ആ മലയാളിയുടെ ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പേരായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ. അയാൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് പിന്നിൽ കഠിന പ്രയത്നത്തിൻ്റെയും മുംബൈ അധോലോകത്തെ വിറപ്പിച്ച ബിസിനസ് തന്ത്രങ്ങളുടെയും കണക്കുകൾ തോക്കുകൾ കൊണ്ട് തീർത്ത കൊലപാതകത്തിൻ്റെയും കഥയുണ്ട്. 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം കൈമുതലാക്കിയ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ നീലാകാശത്തെ തൻ്റെ ചിറകുകൾക്കടിയിലാക്കിയ കഥയ്ക്ക് മുത്തശ്ശി കഥകളുടെ അതിശയോക്തിയും യാഥാർത്ഥ്യത്തിൻ്റെ ചൂടും ചൂരുമുണ്ടായിരുന്നു. ടാറ്റയെയും ബിർളയെയും പോലും കടത്തിവെട്ടി ഉദിച്ചുയർന്ന ആ മലയാളി വ്യവസായിയുടെ ഉയർച്ചയും മുംബൈയിലെ അധോലോകവുമായി അയാൾ നടത്തിയ ചോരമണക്കുന്ന പോരാട്ടത്തിൻ്റെയും കഥയാണിത്. 9ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് കയ്യിൽ ഒന്നുമില്ലാത്ത കാലത്ത് കിനാവുകൾ കൈമുതലാക്കി ബോംബെ എന്നറിയപ്പെടുന്ന ഇന്നത്തെ മുംബൈയിലേക്ക് വണ്ടി കയറുമ്പോൾ അബ്ദുൽ വാഹിദിൻ്റെ ഉള്ളിൽ അതിജീവനത്തിൻ്റെ കനലായിരുന്നു. 1970കളിൽ ബോംബെയിലെത്തിയ അവൻ പല ജോലികളും ചെയ്തു. പട്ടിണിയും തൊഴിലില്ലായ്മയും കാരണം ജീവിതം വഴിമുട്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ ഒളിച്ചോടി ബോംബെക്ക് കള്ളവണ്ടി കയറുന്ന കാലം. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ കാര്യമായി ഇല്ലാതിരുന്ന ആ നാളുകളിൽ ഗൾഫ് യാത്രയുടെ കവാടം കൂടിയായിരുന്നു ബോംബെ. ട്രെയിൻ മാർഗം ബോംബെയിലെത്തി അവിടെ ഏജന്റുമാരുടെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഗൾഫിലേക്ക് വണ്ടി കയറുക എന്നതായിരുന്നു അവിടെ എത്തുന്ന ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നം. ഗൾഫിലേക്ക് പോകാൻ പാസ്പോർട്ട് എടുക്കുന്നതും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും ഇന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ആ വിടവ് നികത്താനായി അബ്ദുൽ വാഹിദ് ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി. മറ്റ് ട്രാവൽ ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസികൾ വിശ്വസിക്കുന്ന ഒരു കേന്ദ്രമായി അദ്ദേഹം ആ സ്ഥാപനത്തെ മാറ്റിയെടുത്തു. ഇത് ഗൾഫിലെ തൊഴിലാളികൾക്കിടയിലും സ്ഥാപനങ്ങൾക്കിടയിലും ഈസ്റ്റ് വെസ്റ്റിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. ട്രാവൽ ഏജൻസികളിലൂടെ ലഭിച്ച വമ്പിച്ച ലാഭവും വിമാന കമ്പനികളുമായുള്ള ബന്ധവും ഒത്തുചേർന്നപ്പോൾ വാഹിദിന്റെ മനസ്സിൽ മറ്റൊരു മോഹം നാമ്പിട്ടു. ഒരു വിമാന കമ്പനി തുടങ്ങണം. ടാറ്റയോ ബിർളയോ പോലും അതുവരെ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അബ്ദുൽ വാഹിദിന് അനുകൂലമായി മാറിത്തുടങ്ങിയത്. 1991 നരസിംഹറാവു സർക്കാർ ഉദാരവൽക്കരണം പ്രഖ്യാപിച്ചു. 90കളുടെ തുടക്കം വരെ ഇന്ത്യയിൽ വിമാന സർവീസ് നടത്താനുള്ള പൂർണ്ണ അവകാശം സർക്കാർ ഉടമസ്ഥയിലുള്ള എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസിനും മാത്രമായിരുന്നു. എന്നാൽ നരസിംഹറാവു വ്യോമയാന മേഖലയെ സ്വകാര്യ വ്യക്തികൾക്കായി തുറന്നുകൊടുത്തു. അബ്ദുൽ വാഹിദിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഉടനടി തന്നെ തൻ്റെതായ ഒരു സ്വകാര്യ എയർലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആ മലയാളി ആരംഭിച്ചു. 1992 ഫെബ്രുവരിയിൽ 3 ബോയിങ് 737 വിമാനങ്ങളുമായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് പ്രവർത്തനം ആരംഭിച്ചു. സർക്കാരിൻ്റെ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭക്ഷണവും ആതിഥ്യ മര്യാദയും വാഹിദ് തൻ്റെ വിമാനങ്ങളിൽ ഉറപ്പാക്കി. വെറും 3 വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ എണ്ണം 11 ഉയർന്നു. മുംബൈ, കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയുടെ 30 പ്രധാന നഗരങ്ങളിൽ നിന്നും വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നുയർന്നു. ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന ശൃംഖലയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് മാറി. സമാനതകളില്ലാത്ത ഈ കുതിപ്പ് പക്ഷേ ചിലരുടെ ഉറക്കം കെടുത്തി. കോർപ്പറേറ്റ് വമ്പന്മാർ പതറിപ്പോയിടത്ത് ഒരു മലയാളി ചക്രവർത്തിയായി വാഴുന്നത് ഡൽഹിയിലെയും മുംബൈയിലെയും അധികാര ഇടനാഴികളിൽ അസൂയയുടെ കനലുകൾ കോരിയിട്ടു. കോർപ്പറേറ്റ് യുദ്ധങ്ങൾ പതിയെ അധോലോകത്തിൻ്റെ ഇരുളടഞ്ഞ തെരുവിലേക്ക് പടർന്നു. വാഹിദിന് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ടെന്നുള്ള കഥകൾ പ്രചരിച്ചു തുടങ്ങി. ദാവൂദ് ഇബ്രാഹിമിന്റെ ബിനാമി പണമാണ് വാഹിദിന്റെ കമ്പനിക്ക് പിന്നിലെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. വാഹിദിന്റെ ജീവന് അപകടമുണ്ടെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിയെങ്കിലും ആകാശം കീഴടക്കിയ ആത്മവിശ്വാസത്തിൽ തനിക്ക് നേരെ ഉയർന്ന ഭീഷണികൾ വാഹിദ് ഗൗനിച്ചില്ല. 1995 നവംബർ 13 സമയം ഏകദേശം രാത്രി 8 മണിയോടടുക്കുന്നു. മുംബൈ നഗരം സാവധാനം ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങുന്ന നേരം. ബാന്ദ്രയിലെ ഓഫീസിൽ നിന്നും തൻ്റെ കാറിലേക്ക് കയറുമ്പോൾ തഖിയുദ്ദീൻ വാഹിദ് എന്ന ആ വർക്കലക്കാരൻ ഇന്ത്യൻ ആകാശത്ത് തനിക്ക് കീഴടക്കാനിരിക്കുന്ന പുതിയ ഉയരങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. ഇരുൾ വീണ ആ തെരുവിലൂടെ മുന്നോട്ട് നീങ്ങിയ കാറിന് കുറുകെ പെട്ടെന്നാണ് മരണദൂതനെ പോലെ ഒരു ചുവന്ന മാരുതി വാൻ പാഞ്ഞു വന്ന് ബ്രേക്കിട്ടത്. ടയറുകൾ ഉരിയുന്ന ശബ്ദം നിലയ്ക്കുന്നതിന് മുൻപേ അതിൽ നിന്നും 3 പേർ പുറത്തേക്ക് ചാടി. നിമിഷനേരം അതിലൊരാളുടെ കയ്യിലെ ചുറ്റിക വാഹിദിന്റെ കാറിന്റെ മുൻ ചില്ലുകളിലേക്ക് ആഞ്ഞു വീണു. ചില്ലുകൾ ചിതറിത്തിറക്കുന്ന ശബ്ദത്തെ കീറി മുറിച്ചുകൊണ്ട് അടുത്ത നിമിഷം ആ കാഞ്ചി വലിക്കപ്പെട്ടു. കാതടുപ്പിക്കുന്ന വെടിയുച്ചകൾ, വെടിയുണ്ടകളുടെ പെരുമഴയായിരുന്നു പിന്നീട്. ഇന്ത്യൻ ആകാശത്തെ സ്വന്തം കൈവെള്ളയിലാക്കിയ ആ വ്യോമയാന ചക്രവർത്തിയുടെ ശരീരത്തിലേക്ക് തോക്കിൻ കുഴലുകളിൽ നിന്നും വെടിയുണ്ടകൾ തറഞ്ഞു കയറി. ചോരയിൽ കുളിച്ച വാഹിദിന്റെ ജീവൻ പിടഞ്ഞൊടുങ്ങി. ആ തോക്കുകൾക്ക് പിന്നിലെ വിരലുകൾ അധോലോക നായകൻ ചോട്ടാരാജന്റെ ഗുണ്ടകളുടേതാണെന്ന് തെളിഞ്ഞെങ്കിലും ആരുടെ കൊട്ടേഷനായിരുന്നു അതിന് പിന്നിലെന്ന് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഒരു മലയാളി ഇന്ത്യൻ ആകാശം ഭരിക്കുന്നത് സഹിക്കാനാകാത്ത വൻകിട കോർപ്പറേറ്റ് മാഫിയകൾ അധോലോകത്തെ വാടകയ്ക്കെടുത്ത് നടത്തിയ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു ആ കൊലപാതകമെന്ന് പലരും വിശ്വസിക്കുന്നു. തഖിയുദ്ദീൻ വാഹിദിന്റെ അന്ത്യത്തോടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ ചിറകുകൾ അരിയപ്പെട്ടു.
കേവലം ഒരു വർഷത്തിനുള്ളിൽ ആ വലിയ വിമാന കമ്പനി പൂർണ്ണമായും തകർന്നു വീണു. വർഷങ്ങൾ പോയിട്ടും തഖിയുദ്ദീൻ വാഹിദിന്റെ ആ വിയോഗം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ മായാത്ത ഒരു ചോരപ്പാടായി അവശേഷിക്കുന്നു. പക്ഷേ കാലം എക്കാലത്തും തോറ്റുകൊടുക്കില്ലല്ലോ. 3 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പുതിയൊരു ആകാശ സ്വപ്നം വീണ്ടും ചിറക് വിരിക്കുകയാണ്. സഹകരണ മേഖലയുടെ കരുത്തുമായി കോ എയർ എന്ന പുതിയ വിമാന സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് കുതിക്കുമ്പോൾ അത് മലയാളികൾക്ക് കാലം നൽകുന്നൊരു കാവ്യനീതി കൂടിയാണ്.